കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എന്റെ പേര് സ്നേഹ, കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെന്റർ ആണ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 3.0. നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമ്മൾ 3 ടൈംസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഇതാണ് PYQ അനാലിസിസ് എന്ന് പറയുന്ന രീതിയിൽ വീഡിയോസ് അല്ലേ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MCO 024, അതായത് MCOMന്റെ പേപ്പറായ ബിസിനസ് എത്തിക്സ് ആൻഡ് CSRന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണ്ടുവരുന്നവർക്കറിയാം, ഈ PYQ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം എക്സാംസിന് ഹെൽപ്ഫുൾ ആണ്. എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്റ്റഡീസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാംസിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പം ഈ ഒരു ഡിസംബർ എക്സാമിനും നമ്മളുടെ ഈ ഇഗ്നോ ഫോക്കസ് 3.0 നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് MCO 024ന്റെ അനാലിസിസിലോട്ട് കിടക്കാം. അതിനേക്കാൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡെപ്ത് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഡെപ്ത് അനാലിസിസ് നടത്തുന്നു, എന്തിനു വേണ്ടിയാണ് ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. അതായത് നമ്മൾ ചുമ്മാ A to Z ഒരു പുസ്തകം പഠിക്കുന്നതിനെക്കാട്ടും അതിനകത്ത് ഇമ്പോർട്ടന്റ് പോർഷൻസ് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോർഷൻസും ടോപ്പിക്സും കണ്ടറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട്, അതായത് നിങ്ങൾ കുറെ നേരം മെനക്കെട്ടിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ അത് ഇമ്പോർട്ടന്റ് പോർഷൻസിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസിലോട്ട് കൂടുതൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ ഒരു PYQ അനാലിസിസിനകത്ത് കാണുന്നത്. അതായത് ഡിസംബർ 2024 എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ജൂൺ 24 വരെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ അതിന്റെ ഒരു സിലബസ്, ട്രെൻഡ് അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് ഇൻസൈറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം തിയറി പേപ്പർ ആണ്. അപ്പം അതിനകത്ത് കുറെ തിയറി പോർഷൻസ് ടോപ്പിക്സ് ഉണ്ട് അല്ലെ. അതിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ഐഡിയയും ഈ ഒരു വീഡിയോസിൽ നിന്ന് കിട്ടും. ദെൻ നമ്മളുടെ ഇതിന്റെ ഒരു മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓൾറെഡി പറഞ്ഞല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അനലൈസ്ഡ് രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണ് ഞാൻ വിട്ടുപോകാതെ പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. ദെൻ അതേപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന സിലബസ് ഏരിയസ്, അതായത് നമുക്ക് ഏത് ഏരിയാസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ റെലവൻസ് ഉള്ളത് എന്നൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് കീ പോയിന്റ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതാണ്, ഇനി അപ്കമിങ് ടേം ആൻഡ് എക്സാംസിലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ല വരാൻ ചാൻസ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഏകദേശം ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഈ ഒരു സെഷന്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എത്രത്തോളം ഈ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു സബ്ജക്ട് ക്ലിയർ ആയിട്ട് കവറപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ ലേൺവൈസ് സ്റ്റുഡൻസിന് അവരുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയി കിട്ടും. അതിൽ തന്നെ ഈ ഒരു ഇവാലുവേഷൻ സ്ക്രീൻ അതായത് നമ്മളുടെ ഇവാലുവേഷൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ
നിങ്ങൾക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ കവറപ്പ് ആക്കി പോർഷൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഞാൻ ഈ ഒരു സ്റ്റഡീസിന്റെ ബേസിസിൽ എത്രത്തോളമാണ് ഇത് കവറപ്പ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊരു ടോട്ടൽ ഒരു നമ്മളെപ്പോഴാണ് ലെവൽ എന്നറിയാം. അതായത് ഞാൻ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണോ നിൽക്കുന്നത്, അതോ ഓൾമോസ്റ്റ് പോർഷൻസ് കവർ ചെയ്തോ, അതോ ഇനിയും ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നോ, നമുക്ക് അങ്ങനെയുള്ള ഒരു ജനറൽ നമ്മളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ പൊസിഷൻ എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് കവർ ചെയ്യുമ്പോൾ ഏകദേശം എങ്ങനെ ഒന്ന് ആൻസർ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കൂടെ ആ ഒരു മോഡൽ ആൻസേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ് ആയിട്ട് എന്താണ് ആപ്പിനകത്ത് അവൈലബിൾ ആക്കുകയും ദെൻ ഇതിൽ നിന്നൊരു ട്രെൻഡും സിലബസും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഒരു ഏരിയ അനലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും സ്റ്റഡിയിൽ നിന്ന് ലഭിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ നോക്കി. അതേപോലെ തന്നെ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ്. അതായത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്നു. അതായത് ഏതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമുക്ക് അതാത് ബ്ലോക്കുകൾ, ഇപ്പൊ തേർഡ് ബ്ലോക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ പോർഷൻസുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളൊരു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരും. അതേപോലെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സാം പാറ്റേൺ, അതായത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എസ് എ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ എക്സാമിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു വരുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാകും. അതായത് എ പാർട്ട്, ബി പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടോ, അതോ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണോ, അല്ലെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഷോർട്ട് നോട്ട്സ്, അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ കേസ് സ്റ്റഡീസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്സാം പാറ്റേൺ എന്താന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഇങ്ങനത്തെ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നു. അതേപോലെ തന്നെ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി, അതായത് ഏതിലാണ് കൂടുതൽ നമ്മൾ ഹൈലി ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഞാൻ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. ഡിസംബർ 2024 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക. അതേപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും എന്ത് ചെയ്യും, അവൈലബിൾ ആകും. പക്ഷെ ആൻസേഴ്സ് ഈ ഒരു വീഡിയോയിലായിരിക്കത്തില്ല, നമ്മളുടെ ആപ്പിനകത്തായിരിക്കും. ലേൺ വൈസ് സ്റ്റുഡൻസിന് അവരുടെ ആപ്പിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ ഇതിന്റെ ഒരു എന്തിന് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എന്തിന് നമ്മൾ ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേണും എക്സാമിന്റെ വേ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ നമ്മളുടെ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ഡിസംബർ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതിന്റെ ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരു എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന അതിന് തക്ക നല്ലപോലുള്ള ഇമ്പോർട്ടൻസ് നമ്മളുടെ ആ ഒരു സ്റ്റഡീസിലുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു മോഡൽ ആൻസേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താകും, ആ ഒരു ഐഡിയ, ജനറൽ ഐഡിയ കിട്ടുക, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇന്നതൊക്കെ പോയിന്റ്സ് ആണ് ഇതിനകത്ത് വേണ്ടിയിരുന്നതല്ലേ എന്ന് നമുക്ക് കറക്റ്റ് ചെയ്തൊരു സെഷൻ കിട്ടുമ്പം അതനുസരിച്ച് നമുക്ക് നമ്മളുടെ മെയിൻ എക്സാംസിലും ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുകയാണ് ചെയ്യുന്നത്.
നോക്കാം. സിലബസ് ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഇത്രയും രീതിയിലായിരിക്കും നമ്മൾ നോർമലി ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ യൂണിറ്റ് വൈസ് നോക്കാം. ഫസ്റ്റ് യൂണിറ്റില് ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂ ആണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് വരിക. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലോ. ബിസിനസ് എത്തിക്സും ലോയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അല്ലെങ്കിൽ പാസ്റ്റ് എക്സാംസിൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് 3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് വരുന്ന എക്സാംസിന് വേണ്ടി അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് വിട്ടുപോകാതെ പഠിക്കേണ്ട ഒരു ഏരിയയിൽ പെടുന്നതാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്. ദെൻ റിലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്, അതായത് ബിസിനസ് എത്തിക്സിന്റെ റെലവൻസിനെ കുറിച്ച് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്, ഇത് 2 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, പക്ഷെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് ഇതിനുള്ളത്. അതായത് ഒത്തിരിയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്കൊരു 2 പ്രാവശ്യം നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുന്നുമുണ്ട്. ദെൻ അടുത്ത വരുമ്പോൾ സസ്റ്റൈനബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്, അത് നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെന്റ്, അത് 2 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതിനൊക്കെ മീഡിയം ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ. അത് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ളത്, 4 പ്രാവശ്യം. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബിസിനസ് എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസും സസ്റ്റൈനബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സും. ബാക്കി 2 ഒരു മീഡിയം ലെവൽ മാത്രമാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, 2 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. യൂണിറ്റ് 2 നോക്കുമ്പം കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ആണ്. അതിനകത്ത് തിയോളജിക്കൽ ആൻഡ് എൻഡിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് വരുന്നുണ്ട്. അത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രാധാന്യം തന്നെ കൊടുത്ത് പഠിക്കുക. മസ്റ്റ് ആയിട്ട് കവറപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് യൂണിറ്റ് 2 തിയോളജിക്കൽ അല്ലെങ്കിൽ ഡിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. വെരി ഹൈ ഇമ്പോർട്ടൻസ് ആണ് അതിനുള്ളത്. ഫണ്ടമെന്റൽ അപ്രോച്ചസ് പറയുന്നുണ്ട്, അത് 3 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ എത്തിക്കൽ ഡിലേമാസ് ഉണ്ട്. എത്തിക്കൽ ഡിലേമാസിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് 3 പ്രാവശ്യവും എത്തിക്കൽ നാവിഗേഷൻ വീല് 2 പ്രാവശ്യവും സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന 2 പ്രാവശ്യവും കണ്ടു. അപ്പം എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ഹൈ ഇമ്പോർട്ടൻസും ബാക്കി 2 മീഡിയം ഇമ്പോർട്ടൻസും ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അല്ലെ? അത്രയും രീതിയിലാണ് നമുക്ക് ഫ്രീക്വൻസിയിലാണ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5 കേസ് വരുമ്പോൾ CSRന്റെ ഓവർവ്യൂ ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 4 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതും ഹൈ ഇമ്പോർട്ടന്റ് കേസിൽ വരുന്നു. കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ബിസിനസ് 3 പ്രാവശ്യം, അതും നമുക്ക് ഹൈ ഇമ്പോർട്ടൻസ് എന്ന് തന്നെ പറയാം. ദെൻ യൂണിറ്റ് 6 വരുമ്പോൾ ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR ആണ്. അതിനകത്ത് അപ്രോച്ചസ് ടു ബിസിനസ് സ്ട്രാറ്റജി ഫോർ CSR, അതും ശ്രദ്ധിക്കുക, 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്ത് പെടുന്നതാണ് ഈ ഒരു പോർഷനും, അതിനും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ യൂണിറ്റ് 7 CSR ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആണ്. അതിനകത്ത് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് അത് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ദയവ് ചെയ്ത് അത് വിട്ടുപോകരുത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. CSR ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദെൻ CSR ആൻഡ് സോഷ്യൽ ആക്ടിവിസം, ഇതും 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, മീഡിയം ലെവലാണ്. ദെൻ വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജ് ആണ്, യൂണിറ്റ് 8. അതിനകത്തെ ഇന്റഗ്രേഷൻ ഓഫ് എത്തിക്സ് ആൻഡ് CSR 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹയർ ലെവലാന്ന് പറയും. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടതിലെ CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ട്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ PYQ അനാലിസിസിനകത്ത് നമ്മൾ പറഞ്ഞിരുന്ന പോർഷൻ തന്നെയാണ്, അത് വീണ്ടും വന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്ന PYQ ക്വസ്റ്റ്യൻസിനകത്ത് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്ന പല ചോദ്യങ്ങളും അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടതല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് പലരും പറയുന്നുണ്ട് വളരെ എഫക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി ആ വീഡിയോസ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഡിസംബർ എക്സാം വരുമ്പോൾ അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്സ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ആ ഏരിയാസിൽ പറഞ്ഞ ടോപ്പിക്സ് വിട്ടുപോകാതെ
കൂടുതൽ നല്ലതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് പഠിച്ച് കൂടുതൽ പോയിന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നല്ല സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് 9 വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മോഡൽസ്, അതും 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോർഷൻ ആണ്. ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസ് ഇൻ CSR 4 പ്രാവശ്യവും CSR ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് 3 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10 വരുമ്പോൾ CSR ലെജിസ്ലേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതിനകത്ത് CSR പ്രൊവിഷൻസ് അണ്ടർ കമ്പനീസ് ആക്ട് 4 പ്രാവശ്യവും CSR കമ്മിറ്റീസ് ആൻഡ് പോളിസീസ് 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ദെൻ ലാസ്റ്റ് വരുന്ന 2 യൂണിറ്റ് 12 CSR റിപ്പോർട്ടിങ്. CSR റിപ്പോർട്ടിങ്ങിനകത്ത് റിപ്പോർട്ടിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് 3 പ്രാവശ്യവും ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന 2 പ്രാവശ്യവുമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് നമ്മളുടെ എത്തിക്സ് ആൻഡ് CSR ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 4 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് അത്രത്തോളം തന്നെ എന്ത് ചെയ്യണം, ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. ദെൻ നമുക്കൊരു ബാർ ഗ്രാഫ് എന്ന രീതിയിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് വൈസ് ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ എഫക്റ്റ് എന്ന് നോക്കാം. അതായത് ബ്ലോക്ക് 1 എത്തിക്സ് ആൻഡ് ബിസിനസ് നിന്ന് 25% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ വന്നിട്ടുണ്ട്. 25% വന്നിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന്. ദെൻ 30% വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 എവല്യൂഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് CSR ഇൻ ഇന്ത്യ തേർഡ് ബ്ലോക്കിൽ നിന്ന് 30%, ബ്ലോക്ക് 4 നിന്ന് CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിയിൽ നിന്ന് 15%. അപ്പം കൂടുതൽ ഫ്രീക്വൻസിയിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 നിന്നും 3 നിന്നുമാണ്. ദെൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 നിന്നും ഏറ്റവും കുറവ് പ്രാവശ്യം ഫ്രീക്വൻസിയിൽ വന്നിരിക്കുന്നത് ബ്ലോക്ക് 4 നിന്നും. അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് അത് കാണുമ്പോഴേ അറിയാം എന്താണ്. ബ്ലോക്ക് 2ഉം 3യുമാണ് ഹൈ ലെവൽ 30%-ൽ നിൽക്കുന്നത്. ബാക്കി ബ്ലോക്ക് 1 25%, ലാസ്റ്റ് 15%. ദെൻ നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് നോർമൽ ഇഗ്നോ എക്സാംസ് വരുന്നത് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അതിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ കോമൺ ടൈപ്പ് എന്താണ്, അല്ലെങ്കിൽ പാസ്റ്റ് പേപ്പേഴ്സിന്റെ ബേസിൽ നമ്മളുടെ ഈ ഒരു ബിസിനസ് എത്തിക്സ് ആൻഡ് CSRന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതിനകത്ത് നോർമൽ ക്വസ്റ്റ്യൻ ടൈപ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത്. എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇൻഡെപ്ത് ആൻസേഴ്സ് അല്ലെങ്കിൽ കോർ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻഡെപ്ത് ആൻസേഴ്സ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എക്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഒരു തിയറി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് എന്താണ് എങ്ങനെയാണെന്ന് കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ഒരു പോർഷൻ ആയിരിക്കും ഈ എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോർമലി ഒരു 15 to 20 മാർക്സ് ആയിരിക്കും ഈ ഒരു എസ്എ ക്വസ്റ്റ്യൻസിന് വരിക. ഇനി അല്ല, നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ടോപ്പിക്സ്, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിൽ മാത്രം എക്സ്പ്ലനേഷനും അതിന്റെ കീ പോയിന്റ്സും അതിന്റെ എക്സ്പ്ലനേഷനും മാത്രം വേണ്ടതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നോർമൽ ഒരു 5 to 10 മാർക്സിനായിരിക്കും ഈ ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ചോദിക്കുന്നത്. ഇപ്പം വൈഡ് രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കത്തില്ല, നമുക്ക് ഷോർട്ട് ആക്കി ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോയിന്റ്സും എക്സ്പ്ലനേഷനും മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്ത് ഷോർട്ട് നോട്ട്സിനകത്ത് മതി. ദെൻ വരുന്നത് ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഡിസ്കഷൻസ്. അതായത് നമുക്ക് ഡിസ്കസ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് ഡിസ്കസ് ദ എബോവ് ഫാക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ കമന്റ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെയാണ് ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഡിസിഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതൊരു അനലിറ്റിക്കൽ ടാസ്ക് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് പഠിച്ച തിയറിറ്റിക്കൽ ബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു കേസിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ആൻസേഴ്സ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്ത് എഴുതാൻ. അപ്പം അത് വരുന്നത് ഒരു 10 to 15 എന്ന റേഞ്ചിലായിരിക്കും നമ്മൾക്ക് ഇതിന്റെ ഒരു
ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ നോളജ് പ്രാക്ടിക്കൽ സിനാറിയോസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മിങ്കിൾ ചെയ്ത് എഴുതുന്ന ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആൻസേഴ്സ് ആണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്പെസിഫിക് സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ തിയററ്റിക്കൽ പാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് അതെന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ബാക്കി മുന്നോട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളുടെ എന്തായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഒരു കേസ് സ്റ്റഡി ചെയ്യും. പേര് പറയുന്ന പോലെ ഒരു കേസ് സ്റ്റഡി ചെയ്ത് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് അനുസരിച്ച് ഒരു ആൻസർ അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതുന്നതാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതൊരു നോർമൽ 15 to 20 മാർക്സിന് ഇടയിലായിരിക്കും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ മാർക്ക് വരിക. ദെൻ കോംപ്രഹെൻസീവ് അനാലിസിസ് അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെത്തഡോളജീസിനെ അനുസരിച്ചുള്ളതാണ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ നിന്നിട്ട് അത് തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്യുക, തമ്മിലൊന്ന് അനലൈസ് ചെയ്യുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ളൊരു ബന്ധമായിരിക്കാം. എന്ത് രീതിയിലാണേലും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടോ മൂന്നോ കേസ് തന്നെ അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പറയാം. അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഒരു 10 to 15 മാർക്സ് റേഞ്ചിലായിരിക്കും വരുന്നത്. ദെൻ ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ള റെക്കറിംഗ് ബ്ലോക്സ്, അതായത് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു കേസ് നോക്കാം. ബ്ലോക്ക് 1ന്റെ കേസ് വരുമ്പം ഡിസംബർ 2022 തൊട്ട് ജൂൺ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് ഇത് പറയുന്നത്. ബ്ലോക്ക് 1ലെ എത്തിക്സ് ആൻഡ് ബിസിനസ് അല്ലെങ്കിൽ ബ്ലോക്ക് 2ലെ ഇവാലുവേഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് CSR. ഇതെന്താണ്, ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 60% ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് വീണ്ടും വീണ്ടും നമുക്ക് ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ റെക്കറിംഗ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷൻസ് ഇന്നുള്ളത്. ബ്ലോക്ക് 3 CSR ഇൻ ഇന്ത്യയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 9ൽ നിന്നും യൂണിറ്റ് 10ൽ നിന്നുമാണ് എന്ത് ചെയ്യുക, അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 2ലെ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസിൽ നിന്നും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും എത്തിക്കൽ തിയറീസിനെ ബേസ് ചെയ്ത് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 7ലെ CSR ഇൻ ഗ്ലോബൽ കോണ്ടസ്റ്റിൽ നിന്നും ഷോർട്ട് നോട്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ SDGs എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാലും സെയിം ഓർത്തിരിക്കുക, അതിന്റെ ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9ൽ നിന്ന് CSR ഇൻ ഇന്ത്യ കോണ്ടസ്റ്റിനിൽ നിന്ന് എന്താണ് ഒരു കേസ് സ്റ്റഡി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ 3 റിപ്പീറ്റഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫോക്കസ് കൊടുക്കുന്ന യൂണിറ്റ് 2ലെ എത്തിക്കൽ തിയറീസ്, യൂണിറ്റ് 7ലെ SDGs, യൂണിറ്റ് 9ത്തെ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഷിഫ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് SDG ഫ്രെയിംവർക്സും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലായിട്ടുള്ള CSRന്റെ ഫ്രെയിംവർക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് വരുന്ന വേരിയേഷൻസ് ആ ഒരു കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളുടെ ആൻസേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അതേപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നോക്കാം. ബ്ലോക്ക് 1ൽ അതായത് എത്തിക്സ് ആൻഡ് ബിസിനസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 25% മാർക്സ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇതുവരെ വന്നിട്ടുള്ളത് ബ്ലോക്ക് 1ന്റെ ഭാഗത്ത്, അതായത് 25%ഓളം മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബ്ലോക്ക് 1ൽ നിന്ന് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2ൽ നിന്ന് വരുമ്പോൾ 30%, ബ്ലോക്ക് 3ൽ നിന്ന് പറയുമ്പോൾ 30%, ബ്ലോക്ക് 4ൽ നിന്ന് വരുമ്പോൾ 15%. ഇങ്ങനെയാണ് നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അതായത് ബ്ലോക്ക് 1ൽ നിന്ന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സുമാണ്. ബ്ലോക്ക് 2ൽ നിന്ന് എസ്ഐസും ഡിസ്കഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 3ൽ നിന്ന് എസ്ഐസും കേസ് സ്റ്റഡീസും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 4ൽ നിന്ന് എന്താണ് 15% വന്നിട്ടുള്ളൂ ഷോർട്ട് നോട്ട്സും ക്രിട്ടിക്സും. അതായത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, എസ്ഐസും ഡിസ്കഷൻസ് അല്ലെ എസ്ഐസ് കേസ് സ്റ്റഡീസ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് 15 to 20 മാർക്കിന്റെ റേഞ്ച് അല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലെവലാണ് അതിനകത്തെ ക്വസ്റ്റ്യൻസും വരുന്നത്.
ദെൻ ക്വസ്റ്റ്യൻ ടൈപ്സിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് എസ്സേസ് ആണ് കൂടുതൽ പെർസെൻറ്റേജും ചോദിക്കുന്നത്. നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ദെൻ 30% ഓഫ്, അതായത് എത്ര മാർക്കുണ്ടോ അതിൽ നിന്ന് 30% ക്വസ്റ്റ്യൻസ് വരുന്നത് മാർക്സ് വരുന്ന ഷോർട്ട് നോട്ട്സും 20% ക്രിട്ടിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസും ആയിരിക്കും. അതായത് കൂടുതലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. എസ്സേ ക്വസ്റ്റ്യൻസ് കൂടുതൽ, ഷോർട്ട് നോട്ട്സ് 30%, ക്രിട്ടിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് 20%. ദെൻ അതിന്റെ ബേസിലുള്ളൊരു പൈ ചാർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂണിറ്റിന്റെ ബേസിൽ, അതായത് ഓരോ യൂണിറ്റിലും വരുന്ന വെയിറ്റേജ് അനുസരിച്ചുള്ളതാണ്. കൺസെപ്റ്റ്സ് ഓഫ് തിയറീസും CSR ഇൻ ഗ്ലോബൽ കോണ്ടസ്റ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു പൈ ചാർട്ടാണ് ഈ പാറ്റേൺ. അതായത് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്, ഏതിലൊക്കെയാണെന്നാണ് ഈ ഒരു സെഷനകത്ത് പറയുക. അതായത് നമ്മൾ ഹൈ ഇമ്പാക്ട് കൊടുക്കേണ്ട ബ്ലോക്ക് അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 2ഉം 3യുമാണ്. CSR സ്ട്രാറ്റജീസ്, പിന്നെ ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് വരുന്ന ബ്ലോക്ക് 2ഉം 3യും. ഫ്രീക്വന്റ് ടോപ്പിക്സ് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് SDGs, അതായത് എത്തിക്കൽ തിയറീസ്, CSR ഇംപ്ലിമെന്റേഷൻ, അങ്ങനെ മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. സെയിം പോയിന്റ്സ് ആണ് നമ്മൾ ഫ്രീക്വന്റ് ടോപ്പിക്സ് ആയിട്ട് പറയുക. ദെൻ റീസെന്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇപ്പൊ കറന്റ്ലി വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, മുമ്പേ നമ്മൾ പറഞ്ഞു CSRന്റെ അല്ലെങ്കിൽ SDGsന്റെ കറന്റ് ട്രെൻഡുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചേഞ്ചസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അതേപോലെ പ്രാക്ടിക്കൽ ലെവലുള്ള അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കേസ് സ്റ്റഡീസ് പോലെ അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ അനാലിസിസ് ആണ് പറയുന്നത്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം. ഇതിൽ യൂണിറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റിൽ ബിസിനസ് എത്തിക്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഡിസ്കസ് ബിസിനസ് എത്തിക്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട്. അത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 15 മാർക്കിനാണ്. ദെൻ ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ മാനേജ്മെന്റ് കരിക്കുലം. 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 15 മാർക്സ് ആണ്. മുമ്പേ ഓൾറെഡി നമ്മൾ ടോപ്പിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനും കൂടെ ചേർത്താണ് ഈ ഒരു സെഷനകത്ത് പറയുന്നത്. അപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. ദെൻ യൂണിറ്റ് 2ല് തിയോളജിക്കൽ ആൻഡ് തിയോണ്ടോളജിക്കൽ തിയറീസ് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ അതിനകത്തുനിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് തിയോളജിക്കൽ ആൻഡ് തിയോണ്ടോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടംപററി അപ്രോച്ചിൽ നിന്ന് ഡിസ്കസ് കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ് ആൻഡ് ദെയർ ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 15 മാർക്ക്. ദെൻ യൂണിറ്റ് 3ല് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതിനകത്ത് വാട്ട് ഈസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എ ചാലഞ്ചിങ് ആക്ട് ആൻഡ് ഡിസ്കസ് തോമസ് ജോൺസ് 4 സ്റ്റേജ് പ്രോസസ്. അത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 15 മാർക്കിനാണ്. ദെൻ യൂണിറ്റ് 5നകത്ത്, അതായത് ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 5നകത്ത് CSR ഓവർവ്യൂ ആണ്. അതിനകത്ത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സ്. യൂണിറ്റ് 6നകത്ത് നിന്ന് CSR സ്ട്രാറ്റജീസ്, ഡിസ്ക്രൈബ് 4 അപ്രോച്ചസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജി ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 15 മാർക്ക്. യൂണിറ്റ് 7ൽ നിന്ന് SDGs, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, എക്സ്പ്ലെയിൻ ഹൗ SDGs ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ, 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്ക്. ദെൻ ബ്ലോക്ക് 3ൽ നിന്ന് യൂണിറ്റ് 9 നോക്കിക്കഴിഞ്ഞാൽ CSR ലെജിസ്ലേഷൻ ആണ് ടോപ്പിക്ക് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ കമ്പനീസ് ആക്ട് 2013 ഇൻ കണക്ഷൻ വിത്ത് CSR, ഹൗ ഹാസ് ഇറ്റ് ബീൻ അമെൻഡഡ്. 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 20 മാർക്സ് ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 10ൽ നിന്ന് CSR ഗൈഡ് ലൈൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ് ഗൈഡ് ലൈൻസ് ഫോർ CSR ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 15 മാർക്ക്.
ബ്ലോക്ക് 4 കൂടെ നോക്കാം. ബ്ലോക്ക് 4-നകത്ത് വരുമ്പം നമുക്ക് 2 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 12 വരുമ്പം CSR റിപ്പോർട്ടിംഗ് വരുമ്പോൾ എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ഫോർ ആനുവൽ CSR റിപ്പോർട്ട്സ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 15 മാർക്സ്. യൂണിറ്റ് 14-ൽ നിന്ന് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിസ്കസ് എത്തിക്സ് ആൻഡ് CSR ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 15 മാർക്സ്. മാർക്ക് അലോക്കേഷൻ ഫോർ റിക്കറിംഗ് ടോപ്പിക്സ് നോക്കുക. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് ഓരോ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നമ്മൾ പറഞ്ഞു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ബ്ലോക്ക് കവർ ചെയ്യാനുള്ളത് കിട്ടുമല്ലോ. ഈ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലോക്കുകളൊക്കെ ഈസിയർ ആയിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മാർക്ക് അലോക്കേഷൻ നോക്കാം. തിയോളജിക്കൽ ആൻഡ് ഡിയോണ്ടോളജിക്കൽ തിയറീസ് യൂണിറ്റ് 2-ൽ നിന്നായിരുന്നു. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്ക് വെച്ച്. നമ്മൾ ഓൾറെഡി മുമ്പ് ക്വസ്റ്റ്യന്റെ സമയത്ത് പറഞ്ഞിരുന്നു. CSR ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അവിടെ നിന്ന് യൂണിറ്റ് 5-ൽ നിന്നാണ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 20 മാർക്കിന്. അതായത് എസ്എ മോഡലിൽ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്ന് യൂണിറ്റ് 7-ൽ നിന്നാണ് 3 പ്രാവശ്യം 20 മാർക്കിന്. CSR ലെജിസ്ലേഷന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 9 ആണ്, 2 പ്രാവശ്യം 20 മാർക്കിന്. ആനുവൽ CSR റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് 12-ൽ നിന്നാണ് 2 പ്രാവശ്യം 15 മാർക്കിന്. ദെൻ റെക്കമെൻഡേഷൻ ഫോർ ഹൈ ഫ്രീക്വൻസി ഏരിയാസ്, അതായത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോർ എത്തിക്കൽ തിയറീസ്, അതായത് ഏറ്റവും കോർ എത്തിക്കൽ തിയറീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട് അല്ലെ യൂണിറ്റ് 2-നകത്ത്. അതിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. തറോലി എന്ത് ചെയ്യണം, തിയോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ തിയറീസ് നല്ലവണ്ണം പഠിക്കുക, തറോലി ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, അത് ഗീവ് അപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് വിട്ടു പോകുകയും ചെയ്യരുത്. ആ ഒരു ടോപ്പിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് മസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉറപ്പാണ്. നമുക്ക് ഇത്രത്തോളം എക്സാംസിൽ നിന്ന് കണ്ടുവരുന്ന ഒരു പോർഷൻ ആണ്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. പ്രാക്ടീസ് റൈറ്റിംഗ് സ്ട്രക്ചർ, അതായത് നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളൊരു പ്രാക്ടീസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. അതായത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ നമ്മൾ തന്നെ ഒന്ന് റെഡിയാക്കി വരിക. ദെൻ മാസ്റ്റർ CSR കൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ബ്ലോക്ക് 2-ൽ നിന്നാണ്. അതിൽ വരുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്സ് ആൻഡ് SDGs ആർ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് വിത്ത് ഫ്രീക്വന്റ് അപ്പിയറൻസ്. നമ്മളിപ്പം നിലവിൽ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ കണ്ടു എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ ഹൈലി കൊടുക്കുക. ദെൻ അതിനകത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ CSR ലെജിസ്ലേഷൻ, അതായത് നമ്മൾ കൂടുതൽ 2013 കമ്പനീസ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പബ്ലിക് സെക്ടർ ഗൈഡ് ലൈൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ എംഫസൈസ് ചെയ്ത് എന്ത് ചെയ്യുക, CSR ലെജിസ്ലേഷന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യുക. കറന്റ് CSR പ്രാക്ടീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആൻസേഴ്സും എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ റിവൈസ് CSR റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി. CSR റിപ്പോർട്ടിങ്ങിലൊക്കെ വേണം ബ്ലോക്ക് 4-ൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം CSR റിപ്പോർട്ടിങ്ങിന് എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അവിടെ ഫോക്കസ് ചെയ്യാൻ. അപ്പം ഒന്നും കൂടെ പറയാം, ബ്ലോക്ക് 2-ല് എത്തിക്കൽ തിയറീസ്, ബ്ലോക്ക് 2-ല് പിന്നെന്താണ് CSR കൺസെപ്റ്റും സ്ട്രാറ്റജീസും, ബ്ലോക്ക് 3-ല് ഇന്ത്യൻ CSR ലെജിസ്ലേഷനും, ബ്ലോക്ക് 4-ല് CSR റിപ്പോർട്ടിങ്, സസ്റ്റൈനബിലിറ്റി. ഇനി ഓരോ ടോപ്പിക്കിന്റെ ബേസിസിലുള്ള പ്രോബബിലിറ്റി, അതായത് ഇനി മുന്നോട്ട് വരുമ്പോൾ വരാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോബബിലിറ്റി പറയാം. ബ്ലോക്ക് 1 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1-ൽ നിന്ന് ബിസിനസ് എത്തിക്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ, അതൊരു ഹൈ പ്രോബബിലിറ്റി ആണ്. ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഹൈ ആണ്. കാരണം 2 പ്രാവശ്യം നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കോർ എത്തിക്കൽ ഡിസ്കഷൻസിലൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് എന്ത് വേണേലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അത്. യൂണിറ്റ് 2 വരുമ്പോൾ തിയോളജിക്കൽ ആൻഡ് ഡിയോണ്ടോളജിക്കൽ തിയറീസ്, അതെന്ന് പറയുന്നത് വെരി ഹൈ പ്രോബബിലിറ്റി ആണ്. അതായത് ഹൈലി റെക്കറിങ്, തുടർച്ചയായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് വരുന്ന ഒരു റെക്കറിങ് സ്വഭാവം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ നിന്ന്. അതുകൊണ്ട് അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. യൂണിറ്റ് 3-ൽ നിന്ന് നോക്കുമ്പോൾ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതൊരു മീഡിയം പ്രോബബിലിറ്റി ഉള്ളൂ. അതായത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ഒത്തിരി ഓവറായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. ബ്ലോക്ക് 2-ല്
യൂണിറ്റ് 5 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അതായത് സ്ഥിരമായിട്ട് നമുക്ക് റെക്കറിംഗ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് വെരി ഹൈ എന്ന് പറയുന്നു. യൂണിറ്റ് 7 വരുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലും വെരി ഹൈ ആണ്. അതെന്താണ്? ഹൈ റെലവൻസ് ഇൻ ഗ്ലോബൽ CSR കോൺടെസ്റ്റ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് റിപ്പീറ്റഡ് ടെസ്റ്റിംഗ് ആയിട്ട് അത് വീണ്ടും വരുന്നുണ്ട്. ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 9 CSR ലെജിസ്ലേഷൻ ആണ്, അത് ഹൈ ലെവലാണ്. യൂണിറ്റ് 10 CSR ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതും ഹൈ ലെവലാണ്, അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഓർക്കുക, ഹൈയും വെരി ഹൈയും പറയുന്നതിന് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വെരി ഹൈ വരുന്നത് മസ്റ്റ് ആയിട്ട് പറയാം, പക്ഷെ ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ മീഡിയം എന്ന് പറയുമ്പോൾ ചാൻസ് ഉണ്ട്, പക്ഷെ അത് കമ്പൽസറി ആയിട്ട് അത് വന്നേ പറ്റൂ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ചാൻസ് ഉണ്ട്. ദെൻ CSR റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 12 ആണ്, അതും ഹൈ ചാൻസ് ഉള്ളതാണ്. അതായത് ഷോർട്ട് നോട്ട് ഫോർമാറ്റിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 14 CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതും ഹൈ എന്താണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രോങ് ലിങ്കേജ് ടു കണ്ടംപററി ഡിബേറ്റ്സ്, അതായത് കമ്പാരിറ്റീവ് സ്റ്റഡീസ് അല്ലെങ്കിൽ കണ്ടംപററി ഡിബേറ്റ്സിലൊക്കെ എന്താണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ്, അതായത് നമ്മൾ എന്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അതിന്റെ ഒരു ലിസ്റ്റ് ആണ് ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ്. അതായത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതുമായുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് എത്തിക്കൽ തിയറീസ്, യൂണിറ്റ് 2 എത്തിക്കൽ തിയറീസ്, അതായത് എസ്എ ക്വസ്റ്റ്യൻസിനും ഒക്കെ ബേസ് ചെയ്ത് വരുന്നതാണ്. തിയോളജിക്കൽ തിയോണ്ടോളജിക്കൽ തിയറീസ് ഒക്കെ ആ ഒരു യൂണിറ്റ് 2 എത്തിക്കൽ തിയറീസിനകത്താണ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR യൂണിറ്റ് 5 ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, അത് യൂണിറ്റ് 7 CSR ലെജിസ്ലേഷൻ യൂണിറ്റ് 9 ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് CSR റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ആണ്, അത് വരുന്നത് നമ്മളുടെ യൂണിറ്റ് 12 അപ്പം ഇത് ഇത്രയുമാണ് ഹൈ പ്രോബബിലിറ്റി വരുന്നത്. അപ്പൊ ഒന്നും കൂടി പറയാം, ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്തിക്കൽ തിയറീസ് യൂണിറ്റ് 2, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR യൂണിറ്റ് 5, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് യൂണിറ്റ് 7, CSR ലെജിസ്ലേഷൻ യൂണിറ്റ് 9, CSR റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ് യൂണിറ്റ് 12. ദെൻ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് വരുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് 3 എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങും അതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് മോഡൽസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എത്തിക്കൽ ഡിലേമാസ് എന്നൊക്കെ പറഞ്ഞുള്ള പോർഷൻ ഇല്ലേ, അത് ശ്രദ്ധിക്കുക. ദെൻ പബ്ലിക് സെക്ടർ CSR ഗൈഡ് ലൈൻസ്, അത് യൂണിറ്റ് 10 ആണ്, അതും കൂടുതലായിട്ട് എംഫസൈസ് കൊടുക്കണം. അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരുന്നില്ലേ, ഗൈഡ് ലൈൻസ് ഒക്കെ, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ അതിന്റെ ബേസിലുള്ള ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ പ്രോബബിലിറ്റി വരുന്നത് 70% ഓഫ് എക്സാം ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 20% ഓഫ് എക്സാം ഫോക്കസും, ദെൻ ലോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 10% ഓഫ് എക്സാം ഫോക്കസ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പോർഷൻസ് പറഞ്ഞില്ല, നമുക്ക് കൂടുതലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ് പോർഷൻസും കവർ ചെയ്യാൻ പറ്റും, എക്സാംസും നല്ല സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ
കൂടുതൽ പ്രയോറിറ്റി മാർക്കിന്റെ ബേസിൽ പഠിക്കേണ്ടത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ അനാലിസിസ് തന്നെ വീണ്ടും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് തന്നെയാണ് എന്താ എസ് എ ടൈപ്പിലൊക്കെ ചോദിച്ചു തിയോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ യൂണിറ്റ് 2 അത് വെരി ഹൈ ആണ്, 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SDGs അല്ലെങ്കിൽ CSR അങ്ങനെയുള്ളത് യൂണിറ്റ് 7 അതും വെരി ഹൈ ആണ്. അതും എന്താണ് 20 മാർക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കത്തില്ലേ. ദെൻ അതേപോലെ CSR ലെജിസ്ലേഷൻ അത് യൂണിറ്റ് 9 ആണ്. അത് 20 മാർക്കിനാണ്. പക്ഷെ അത് വെരി ഹൈ അല്ല, ഹൈ ലെവലാണ് പ്രോബിലിറ്റി നിൽക്കുന്നത്. CSR റിപ്പോർട്ടിംഗ് എന്നാണ് യൂണിറ്റ് 12 ആണ്. അതും ഹൈ ലെവലാണ്, 50 മാർക്സിനാണ് നിൽക്കുന്നത്. ദെൻ ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് ഉള്ള ഒരു അനാലിസിസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബേസിലുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് ഈ ഒരു മുന്നോട്ട് വരുന്ന എക്സാമിന് ഡിസംബർ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യന്റെ ബേസിസിൽ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ മെയിൻ എക്സാമിന് വരുന്ന പോലെ തന്നെ 3 hours ക്വസ്റ്റ്യൻസ് വന്ന് മാക്സിമം 100 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ഇനി 5 എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നോർമലി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അറ്റംപ്റ്റ് ഇനി 5 ടോട്ടൽ 100 ആണ്. അപ്പൊ എന്തായിരിക്കും ഈക്വലി ആയിട്ട് നമ്മുടെ മാർക്ക് ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും 20 മാർക്സ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് 100 വേർഡ്സ് അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ്. അതായത് നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് എഴുതേണ്ട ഒരു ഷോർട്ട് ഐഡിയയും കൂടെ തന്നിട്ടുണ്ട്. എത്ര വാക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തിക്സ് ആൻഡ് ബിസിനസ്. നമുക്ക് ഒന്നത്തിനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. നോക്കുക, ഫസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത് എ discuss the role of globalization in shaping business ethics in contemporary organization. How does it challenge traditional ethical standards? 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ദ റെലവൻസ് ഓഫ് ടീച്ചിങ് ബിസിനസ് എത്തിക്സ് ഇൻ മാനേജ്മെന്റ് കരിക്കുലം. ഇലുസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടി വരും അല്ലെ. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. എ പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ തിയോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ എത്തിക്കൽ തിയറീസ്, കമ്പയർ ദെയർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. 20 മാർക്സ് ആണ്. ബി പാർട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക് ദ ലിമിറ്റേഷൻസ് ഓഫ് കണ്ടംപററി എത്തിക്കൽ അപ്രോച്ചസ് ഇൻ അഡ്രസ്സിംഗ് കോർപ്പറേറ്റ് ചാലഞ്ചസ്. 20 മാർക്സ്. തേർഡ് ക്വസ്റ്റ്യൻ എത്തിക്കൽ ഡിലമാസ്. എ പാർട്ട് എന്ന് പറയുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് നേവിഗേറ്റിംഗ് complex challenges. Discuss Thomas Jones' 4-stage model and its application in resolving ethical dilemmas. 20 marks ആണ്. Then D part പറഞ്ഞിരിക്കുന്നത് using appropriate examples. Explain how organizational leadership influences the ethical decision making process. അതും 20 marks ആണ്. Then fourth question വന്നിരിക്കുന്നത് CSR evolution and global context. എ പാർട്ട് വന്നിരിക്കുന്നത് ഡിസ്കസ് ദ ഷിഫ്റ്റ് ഫ്രം ഷെയർ ഹോൾഡർ പ്രൈമസി ടു സ്റ്റേക്ക് ഹോൾഡർ പ്രൈമസി ഇൻ CSR. വാട്ട് ഇംപ്ലിക്കേഷൻസ് ഡസ് ദിസ് ഹാവ് ഫോർ ബിസിനസ് സ്ട്രാറ്റജി? 20 മാർക്സിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ബി പാർട്ടിൽ വന്നിരിക്കുന്നത് ഇവാലുവേറ്റ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് CDGs ഇൻ CSR പ്രാക്ടീസസ് ഇൻ ഇന്ത്യ, സൈറ്റിംഗ് റെലവന്റ് എക്സാമ്പിൾസ്. അവിടെ നിന്നാണ് നമ്മൾ റെലവന്റ് എക്സാമ്പിൾസ് ഇൻവോൾവ് ചെയ്ത് വേണം ആൻസേഴ്സ് ചെയ്യാൻ. അതനുസരിച്ചായിരിക്കും അഡീഷണൽ മാർക്ക് കിട്ടുന്നത്. 20 മാർക്സ് ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുന്നത് CSR ഇൻ ഇന്ത്യ. അതിനകത്ത് എ പാർട്ട് വരുന്ന ട്രേസ് ദ എവല്യൂഷൻ ഓഫ് CSR ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ വിത്ത് എ ഫോക്കസ് ഓൺ ദ കമ്പനീസ് ആക്ട് 2013. വാട്ട് ആർ ഇറ്റ്സ് മേജർ അമെൻഡ്മെന്റ്സ് ആൻഡ് ഹൗ have they influenced CSR practice? അതും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഹൗ ഇതെങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ളത് പോയിന്റ്സ് എഴുതുക. അതനുസരിച്ച് നമുക്കും റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തേക്കാം. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ ഗൈഡ് ലൈൻസ് ഓൺ CSR ഫോർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. ഹൗ ഡു ദീസ് ഗൈഡ് ലൈൻസ് ഡിഫർ ഫ്രം ദോസ് ഫോർ പ്രൈവറ്റ് സെക്ടർ ഫേംസ്. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എ പാർട്ട് വന്നിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ആൻ ആനുവൽ CSR റിപ്പോർട്ട് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. ഹൗ ഡസ് CSR റിപ്പോർട്ടിംഗ് ബെനിഫിറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? 20 മാർക്സ് ആണ്. ബി പാർട്ട് വരുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് CSR ഓഡിറ്റ്സ് ഇൻ എൻഷുറിംഗ് കംപ്ലൈൻസ്.
ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഔട്ട്ലൈൻ ദ ഓഡിറ്റ് പ്രൊസീജിയർ വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്. അതും 20 മാർക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജസ് ആണ്. എ പാർട്ട് വരുന്നത് അനലൈസ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ഹൗ ഡു ദീസ് പ്രിൻസിപ്പിൾസ് കളക്റ്റീവ്ലി എൻഹാൻസ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ, 20 മാർക്സും. ബി പാർട്ട് വരുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ സ്ട്രെങ്തനിങ് CSR പ്രാക്ടീസസ് ഇൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, 20 മാർക്സ് ആണ്. ദെൻ 8th ക്വസ്റ്റ്യൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ്. അതായത് താഴെ പറയുന്ന 4 പറയുന്നുണ്ട്, അതിൽ ഏതെങ്കിലും 2 ഷോർട്ട് നോട്ട്സ് എഴുതുക. 10 മാർക്ക് വെച്ചിട്ടായിരിക്കും ഓരോന്നിന് വരുന്നത്. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് റെയിൻസ് പെയിൻസ് കൺസെപ്റ്റ് ഓഫ് മൊറൽ കോമ്പസും. ബി വരുന്നത് CSR ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സി മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. ഡി വരുന്നത് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഓഫ് CSR സ്പെൻഡിങ്. ഇങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതാണോ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റുന്നത് അത് നമ്മൾ ആൻസർ ചെയ്യുക, ഏതേലും 2. അപ്പൊ 10 മാർക്ക് വെച്ചായിരിക്കും. ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്ലൈനും ഐഡിയയും ഒരു മോഡൽ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ലേൺവേസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ആപ്പ് ചെക്ക് ചെയ്യുക. ആൻഡ് ആൻസേഴ്സും കൂടെ വെച്ച് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. അപ്പൊ ഒന്നുകൂടെ ഒരു ഐഡിയ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു എക്സാംസ് ആയിരിക്കട്ടെ. ഇപ്പൊ ഒരു ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് അത് വെച്ച് നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതി ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ വെരി ഹൈ ആന്ന് പറഞ്ഞ് ഫോക്കസ് ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. പ്രത്യേകിച്ച് എന്താണ് തിയോളജിക്കൽ അല്ലെങ്കിൽ തിയോണ്ടോളജിക്കൽ തിയറീസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, അതൊന്നും ഒരിക്കലും വിട്ടുപോകരുത് കേട്ടോ. വിട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തുവാണേലും നമുക്ക് 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നിലവിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർസ്, നല്ലൊരു എക്സാം ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഹോളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.